it's me Renus. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ചാവക്കാട് നമ്മുടെ മാരുതിയുടെ സായി സർവീസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിസയർ ആയിരുന്നു നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയ ന്യൂ ജെൻ വണ്ടിയായിട്ടുള്ള സ്വിഫ്റ്റിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്വിഫ്റ്റ് കുറച്ച് നാളായി ഇറങ്ങിയിട്ട്, അപ്പൊ നമ്മുടെ ചാനലിലൂടെ സ്വിഫ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്തുന്ന എനിക്കൊരു ആഗ്രഹം. സായി സർവീസിന്റെ യാർഡിലാണ് നിൽക്കുന്നത്. നല്ല വെയിലാണ്, അതുകൊണ്ടാണ് കൂളിംഗ് ഗ്ലാസ് ഊരാത്തത്. ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് സെല്ലിങ്ങിൽ പെട്ടിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ജനപ്രിയ വാഹനം എന്ന് തന്നെ പറയാം. പ്രായമായവർ തൊട്ട് യുവാക്കളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വണ്ടി കണ്ടാലോ? സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മിഡിൽ ഓപ്ഷൻ വണ്ടിയാണിത്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രത്യേകതകൾ നോക്കാം. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. പഴയ സ്വിഫ്റ്റിനേക്കാളും പുതിയ സ്വിഫ്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയിൽ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ പഴയ ഒരു സ്വിഫ്റ്റിന്റെ പോലെ തന്നെ ഉണ്ടെങ്കിലും പക്ഷെ വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഗ്രില്ലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗ്രില്ല് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. മുന്നേ നമുക്ക് ഈ ലോഗോ വന്നിരുന്നത് ഗ്രില്ലിലായിരുന്നു. അത് നമുക്ക് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ക്യാരക്ടർ ലൈൻ ഉണ്ട്. ഇത് ഇവിടെ ചുറ്റിലും തന്നെ ഉണ്ട്, മൊത്തമുണ്ട് കേട്ടോ. ഈ ഒരു ക്യാരക്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ ബോണറ്റ് തുറക്കുന്നത് ഇവിടെയാണ്, ഈ ലൈനിലാണ് ഈ ബോണറ്റ് തുറക്കുന്നത്. എയറോ ഡൈനാമിക് ഡിസൈൻ ആണ് നമുക്ക് ഈ സ്വിഫ്റ്റിന് കൊടുത്തിട്ടുള്ളത്. എഫിഷ്യൻസി കൂടാൻ വേണ്ടിയിട്ട്, സ്പീഡും കാര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടിയിട്ട്. സ്വിഫ്റ്റിന്റെ ന്യൂജൻ ഫുൾ ഓപ്ഷൻ വണ്ടിയിലെ നമുക്ക് LED ഹെഡ്ലൈറ്റ് ആണ് വന്നതെങ്കിൽ മിഡിൽ ഓപ്ഷനിൽ നമുക്ക് ഹാലജൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രൊജക്റ്റഡ് ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഫോഗ് ലൈറ്റ് നമുക്ക് ഇതിനില്ല, നോട്ട് ദ പോയിന്റ്. വീൽസ് നോക്കുമ്പോൾ അലോയ് വീൽസ് ആണ് നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരിക. ഇതില് നമുക്ക് വീൽ കപ്പാണ് വന്നിട്ടുള്ളത്. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ക്യാരക്ടർ ലൈൻ ഇതിൽ പോയിട്ടുണ്ട്. പഴയ സ്വിഫ്റ്റിന്റെ ബാക്ക് ഡോറിന്റെ ഹാൻഡില് പില്ലറിലാണ് കൊടുത്തിരുന്നത്. ഇതിപ്പോ നോർമൽ ആയിട്ടുണ്ട്. ടെയിൽ ലാമ്പ് നോക്കുമ്പോൾ നമുക്ക് സി ഷേപ്പ് ടെയിൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. അതും LED ആണ്. ബേസ് വാരിയന്റ് തൊട്ട് നമുക്ക് LED ടെയിൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. ഒരു 4 മണി ആയെങ്കിലും ഇവിടുത്തെ വെയിലൊന്നും പോണില്ല കേട്ടോ. ഇത് മിഡിൽ വാരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് വാഷറും വൈപ്പറും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിന് ഇവിടെ ഒരു ലൈൻസ് കണ്ടോ? ഈ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫോഗർ ലൈൻസ് എന്നാണ് ഇതിന് പറയാ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്തൊക്കെ നമുക്ക് ഫോഗ് അടിച്ചാൽ, ഇപ്പോൾ നല്ല കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമുക്ക് വന്നാൽ ഈ ലൈൻസ് ഹീറ്റർ ലൈൻസ് ആണ്. ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലെ ഫോഗ് ഡീഫോഗ് ചെയ്യാൻ പറ്റും. അത് ബേസ് വാരിയന്റ് തൊട്ട് നമുക്ക് സ്വിഫ്റ്റിന് വന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ് കേട്ടോ. നമുക്കൊരു സേഫ്റ്റി ഫീച്ചറും കൂടി ഉണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ എന്നാണ് നമുക്ക് ആ സേഫ്റ്റി ഫീച്ചറിന്റെ പേര് വരുന്നത്. ഈ ഡോട്ടൊക്കെ സെൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് തട്ടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സെൻസർ നമുക്ക് വാർണിംഗ് തരും. ഒബ്ജക്റ്റ് തട്ടാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൗണ്ട് കൂടി വരും. അതൊരു വാർണിംഗ് ആയിട്ട്, അതൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് ബേസ് വാരിയന്റ് തൊട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 4 വേരിയന്റുകളാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂ ജനറേഷനിൽ വന്നപ്പോൾ ഒരു 5 വേരിയന്റ് ആണ് നമുക്ക് ഉള്ളത്. അതിൽ VXI ഓപ്ഷനിൽ നമുക്ക് പുതിയ വേരിയന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു വണ്ടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വേരിയന്റ് തൊട്ട് നമുക്ക് സ്മാർട്ട് കീ അവൈലബിൾ ആണ്. ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും നമുക്കുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ വരുന്നത് റിക്വസ്റ്റ് സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാവി നമ്മുടെ പോക്കറ്റിലോ നമ്മുടെ ബാഗിലോ ഉണ്ടായാൽ മതി. ഡോറിന്റെ അവിടെ, ഹാൻഡിൽ ബാറിന്റെ അവിടെ ഉണ്ട്. ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും. ഈ ഒരു ചാവി നമ്മുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡ്രൈവർ സീറ്റിലും കോ ഡ്രൈവറിന്റെ അവിടെയും നമുക്ക് ഈ ഒരു സെൻസർ, റിക്വസ്റ്റ് സെൻസർ എന്നാണ് ഇതിന്റെ പേര്. അടുത്തൊരു ഫീച്ചർ നമുക്ക് ഈ വാരിയന്റിൽ വരുന്നത്
ഫുൾ ഓപ്ഷനിൽ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ സാധാരണക്കാർക്കുള്ള ഒരു വണ്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് ഇലക്ട്രോണിക്കലി നമുക്ക് ഇത് അഡ്ജസ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അത് ഈ വേരിയന്റ് തൊട്ടിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലെ ഇൻഡിക്കേഷനും വരുന്നുണ്ട്. മിറർ ഇലക്ട്രോണിക്കലി നമുക്ക് ഫോൾഡ് ചെയ്യാനും അകത്തിരുന്നിട്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. നേരത്തെ പറഞ്ഞില്ലേ ഒരു ക്യാരക്ടർ ലൈൻ ഇതിൽ പോയിട്ടുണ്ട് പറഞ്ഞില്ലേ, അതിലാണ് നമ്മൾ ബോണറ്റ് തുറക്കുന്നത്. നമുക്ക് നോക്കാം, എഞ്ചിൻ നോക്കാം. നമുക്ക് പുതിയ സ്വിഫ്റ്റിന് നമുക്ക് പുതിയ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. സെഡ് സീരീസ് എഞ്ചിനാണ് നമുക്ക് വന്നിട്ടുള്ളത്. മാനുവല്, ഓട്ടോമാറ്റിക്, CNG നമുക്ക് അവൈലബിൾ ആണ്. 1.2 cc എഞ്ചിനാണ്. പിന്നെ ഇവിടെ ബാറ്ററി വന്നിട്ടുണ്ട്. ലോക്ക് തുറക്കാനുള്ളത് ഇതാണ് കേട്ടോ. ഇത് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റും. ബോണറ്റിലെ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ അധികം പുറത്തു വരാതിരിക്കാൻ വേണ്ടി, പേർക്ക് അറിയില്ല, അതിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ന്യൂ ജനറേഷൻ സ്വിഫ്റ്റിന്റെ VXI ഓപ്ഷണൽ വണ്ടിയുടെ നമുക്ക് ഇന്റീരിയർ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എത്തുന്നില്ല, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പുഷ് ബട്ടൺ ആണ് വരുന്നത്. ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് പുഷ് ബട്ടൺ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണോ കൊടുത്തിട്ടുള്ളത്. ചെളിയാവോ അഴുക്കാവോ എന്നൊക്കെ നമുക്കൊരു പേടി ഉണ്ടാവില്ലേ. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നല്ല സീറ്റൊക്കെ നമ്മളെ ഫൈബർ സീറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക്, ഫുള്ള് ബ്ലാക്ക് ആയിട്ടൊരു സ്റ്റാൻഡേർഡ് ബ്ലാക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്റീരിയർ. അപ്പോൾ നമുക്ക് അഴുക്കാവോ എന്നൊന്നും പേടിക്കേണ്ട. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ഒന്നും ഇഷ്ടമുണ്ടാവേ ഇല്ല. നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. VXI ഓപ്ഷനിൽ ഈ വേരിയന്റിന് നമുക്ക് 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ആവറേജ് മൈലേജ്, ഫ്യൂവൽ എക്കണോമി, അതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, സ്റ്റിയറിംഗ് നോക്കുമ്പോൾ നമുക്ക് ഈ വേരിയന്റിൽ ഇപ്പൊ നമുക്ക് VXI ഓപ്ഷനിൽ ഈ വേരിയന്റിന് നമുക്ക് കോൾ കട്ട് ചെയ്യാനും കോൾ എടുക്കാനൊക്കെയുള്ള ഓപ്ഷൻ സ്റ്റിയറിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡ് മാറ്റാനായിട്ടുള്ളതും വോളിയം കൂട്ടാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിസൈനിലാണ്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ ഓപ്ഷനിലെ മൾട്ടി കളർ ക്ലസ്റ്റർ ആട്ടോ വരാം. ജസ്റ്റ് ഹൈവറിനെ സേഫ്റ്റി നോക്കുമ്പോൾ നമുക്ക് 6 എയർ ബാഗ്സ് നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് നമ്മുടെ പുതിയ സ്വിഫ്റ്റിന് നമുക്ക് കിട്ടുന്നുണ്ട്. പവർ വിൻഡോസ് നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, സോ സിമ്പിൾ. 6 കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് മാനുവലിന് 24, ഓട്ടോമാറ്റിക് 25, CNG 32 ആണ്. ഈ വേരിയന്റിന് വരുന്ന പ്രൈസ് എക്സ് ഷോറൂം പ്രൈസ് 6,49,000 രൂപ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണക്കാർക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്.
നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് നോക്കിയില്ല, ബൂട്ട് സ്പേസ് നോക്കാം. അഞ്ചു പേർക്ക് ഇരുന്ന് പോകാനുള്ള ഒരു ചെറിയൊരു ഫാമിലിക്ക് ഇഷ്ടം പോലെ കംഫർട്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അതിൽ 265 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. പാർസൽ ട്രേ ആണ് നമുക്ക് ഇങ്ങനെ, അപ്പൊ അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്വിഫ്റ്റ് ന്യൂ ജനറേഷൻ വണ്ടിയായിട്ടുള്ള സ്വിഫ്റ്റിന്റെ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടു. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സ്വിഫ്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമ്മളിപ്പോ നിൽക്കുന്നത് സായി സർവീസിന്റെ യാർഡിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നത് മിഥുലാണ്. സായി സർവീസിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മിഥുലാണ്. സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ വണ്ടി ബുക്ക് ചെയ്യാനും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും വേണ്ടി നിങ്ങൾക്കും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ക്രിസ്മസിനൊക്കെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സായി സർവീസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഓഫേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാസം തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ടും നമുക്ക് വാങ്ങിക്കാനായിട്ടും ഉദ്ദേശിക്കുന്നവരെ എത്രയും പെട്ടെന്ന് ഈ മാസം തന്നെ ബുക്ക് ചെയ്യുക. 3ാമത്തെ വീഡിയോ ആണ് കാറിന്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 2 വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയി കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. നമ്മൾ ഫ്രണ്ട്സ് ആണെന്നുള്ളത് പറഞ്ഞു. പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സായി സർവീസിലേക്ക് ബുക്ക് ചെയ്യാനായിട്ടും വണ്ടി എടുക്കാനായിട്ടും വരികയാണെങ്കിൽ സ്പെഷ്യൽ ഓഫേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾ ചോദിച്ചു വാങ്ങാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആരും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ ആരും കാണരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺ.